ചരിത്രപ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യ തുടങ്ങി. ഇടക്കുളം മുതൽ ചെന്നിത്തല വരെ 52 കരകളിലെ പള്ളിയോടങ്ങളാണ് ഓരോ ദിവസത്തെയും വള്ളസദ്യയിൽ പങ്കെടുക്കുന്നത്. 60-ലധികം വിഭവങ്ങളാണ് ഇത്തവണയും ഉള്ളത്. വിശദാംശങ്ങളുമായി ശ്രീരാജാണ് ചേരുന്നത്. ശ്രീരാജ്, വള്ളസദ്യയുടെ വിശദാംശങ്ങൾ പറയൂ. ശ്യാമിലി, കെ മുരളീധരൻ ആറന്മുള വള്ളസദ്യ ഉദ്ഘാടനം ചെയ്തു. വലിയ ഭക്തജന തിരക്ക് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. വലിയ ഭക്തജന തിരക്ക് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ, ഇന്ന് രാവിലെ പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. വള്ളസദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ വള്ളസദ്യയുടെ ഉദ്ഘാടനം ഉണ്ടാകും. ഉദ്ഘാടനം നടന്നു. 56 ദിവസം, ഇന്നു മുതൽ 56 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ വള്ളസദ്യ. മുൻ വർഷങ്ങളിലേതിൽ നിന്നും വ്യത്യസ്തമായി ദിവസത്തിൽ ചെറിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ 56 ദിവസങ്ങളിലായിട്ടാകും ഈ വള്ളസദ്യ നടക്കുക. 52 കരകളുടെ 52 പള്ളിയോടങ്ങളുടെ സാന്നിധ്യവും ഈ വള്ളസദ്യയിൽ ഉണ്ടാകും. ഇന്ന് 10 പള്ളിയോടങ്ങൾ, 10 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളായിരിക്കും ഇന്ന് ഈ ആദ്യ ദിവസം ഈ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയുടെ ഭാഗം ആകുക. 18 ഇടങ്ങളിലായിട്ടായിരിക്കും ഈ വള്ളസദ്യ നടത്തുക. അതിൽ ക്ഷേത്രത്തിൽ ഉള്ളിൽ 10ഉം ക്ഷേത്രത്തിന് പുറത്തുള്ള 8 ഇടങ്ങളിലുമായിട്ടാകും ഈ വള്ളസദ്യക്കുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുക. നമുക്ക് ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടാകും. വള്ളസദ്യയെ സ്വീകരിച്ച് ഇവിടേക്ക് കൊണ്ടുവരികയാണ്. അതിൻ്റെ ആദ്യ പള്ളിയോടം ഇവിടേക്ക് എത്തിയതിൻ്റെ സ്വീകരണമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. രാവിലെ തന്നെ വലിയ ഭക്തജന തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. കെ മുരളീധരൻ ആണ് വള്ളസദ്യ ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ സുരേഷ് ഗോപി മുഖ്യ അതിഥിയായി ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു എന്ന് കരുതുന്നു. അതിൻ്റെ ഈ പള്ളിയോടത്തെ സ്വീകരിച്ചുകൊണ്ട്, എല്ലാ ആചാരപ്പെരുമയോടെയും സ്വീകരിച്ചുകൊണ്ട് നിലവിൽ ഈ ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യ വഴിപാടിന് തുടക്കമായിരിക്കുകയാണ്. കെ മുരളീധരനാണ് ഉദ്ഘാടനം ചെയ്തത്. ശ്രീരാജാണ് അവിടെ നിന്നും